ഹലോ ഗെയ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും അപകടം പിടിച്ച ഒരു നദിയാണ് കേട്ടോ. ഗുജറാത്തിലെ വഡോദരയിലാണ് ഈ ഒരു നദി ഉള്ളത്. ഈ ഒരു നദിയുടെ പേര് വിശ്വമിത്രി എന്നാണ് കേട്ടോ. വിശ്വമിത്ര മഹർഷിയുടെ ആ ഒരു പേരിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു നദിക്കും പേരിട്ടുള്ളത്. ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിൽ പാവഗഡിനോട് ചേർന്നുള്ള ആ ഒരു മലനിരകളിൽ നിന്നാണ് ഈ ഒരു നദിയുടെ ഉത്ഭവം. അപ്പോൾ ഞാനിങ്ങനെ അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു നദി ക്രോസ് ചെയ്തത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ എഴുതി കാണിച്ചു വിശ്വമിത്രിന്ന്. അതോടുകൂടി ഞാൻ ബൈക്ക് നൈസായിട്ടൊന്ന് സൈഡാക്കിയിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇതാ ഈ ബിരുദന്മാരെ കണ്ടത്. ഗംഭീരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഈ ഒരു മുതലകളെ കണ്ടപ്പോൾ. ഞാൻ അധികമൊന്നും പ്രതീക്ഷിച്ചില്ല, ഒന്നോ രണ്ടെണ്ണമൊക്കെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വഴി കൂടെ വന്നത്. അപ്പോഴുണ്ടല്ലോ ഒന്നും രണ്ടൊന്നല്ല, ഒരു 10-15 മുതലകളാണ് കേട്ടോ എനിക്കിവിടെ കാണാനായിട്ട് ഇത്. നിങ്ങൾ കണ്ടോ? ഈ എല്ലാ സൈഡിലും മുതലകളാണ്. നമ്മുടെ മൊബൈലിലെ ക്യാമറയിൽ എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മുതലകളുള്ള ഈ ഒരു വിശ്വമിത്രി നദി ഉണ്ടല്ലോ, വഡോദര ആ ഒരു ചെറിയൊരു സിറ്റിയുടെ അകത്തുകൂടെ ഹൃദയഭാഗത്തു കൂടെയാണ് ഈ ഒരു നദി പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലവും ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ നദി കര കവിഞ്ഞൊഴുകും. ഒഴുകിയ മാത്രമല്ല, ഈ നദി സിറ്റിയിലേക്ക് മൊത്തം, ഇതാണ് കേട്ടോ ഈ വിശ്വമിത്ര നദി ഒഴുകുന്ന ആ ഭാഗം, സിറ്റിയിലേക്ക് മൊത്തം കയറുകയും ചെയ്യും. മാത്രമല്ല ഈ മുതലുകൾ നമ്മളെ വീടിനകത്ത് വരെ കയറിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 2024 ഉണ്ടായ ഒരു കാര്യം ഉണ്ടോ ബാത്റൂമിനകത്ത് മുതല കയറിയത്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സബ് ജയിലുണ്ട്, അതിനകത്ത് വരെ മുതല കയറിയ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് അറിയാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ ഈ വിറ്റകളുടെ ഏറ്റവും മെയിനായിട്ട് ഇവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ റിവറിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന പക്ഷികളും അതുപോലെ തന്നെ ഉരകജീവികൾ അതുപോലെ മത്സ്യങ്ങളൊക്കെ കഴിക്കും. മഗർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മുതലുകളാണ് കേട്ടോ ഈ ഒരു വിശ്വമിത്രി നദിയിൽ കാണാനായിട്ട് പറ്റുന്നത്. ഏകദേശം 600-ൽ കൂടുതൽ മുതലകളാണ് ഈ ഒരു വിശ്വമിത്രി നദിയിലുള്ളത് കേട്ടോ കണക്കുകൾ പ്രകാരം. പിന്നെ ഇത് പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ആ ഒരു സീസൺ ആകുമ്പോൾ, പ്രീ പ്രൊഡക്ഷൻ ആ ഒരു ടൈം ആകുമ്പോൾ ഏകദേശം ഒരു മുതല 25 മുതൽ 30 വരെ മുട്ടകളാണ് ഇടുക. മാത്രമല്ല 55 മുതൽ 75 ദിവസത്തിനുള്ളിൽ ഇത് വിരിഞ്ഞ് കുഞ്ഞ് പുറത്ത് വരികയും ചെയ്യും. പിന്നെ പറയണ്ട, മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു മുതലകളെ കൊണ്ട്. നമുക്ക് തന്നെ വീട്ടിൽ എഴുന്നേറ്റ് വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുതലയും കൂടി വരുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ, വെള്ളം തന്നെ വരുമ്പോൾ എല്ലാവർക്കും ആകെ പരിഭവവും പരിഭ്രാന്തിയും വിഷമവും ഒക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ മുതലകളും കൂടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോഴുണ്ടല്ലോ ഞാൻ മാത്രമാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പുഴയിലേക്ക് നോക്കി നിന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടല്ലോ ഞാനിവിടുന്ന് പോകുന്ന നേരത്ത് ഇവിടെ ഭയങ്കര തിരക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിറഞ്ഞു. എന്താ വെച്ചാൽ മുതലകളെ നന്നായി കാണാൻ പറ്റിയിരുന്നു, അതുകൊണ്ട് തന്നെ നിറച്ച ആളുകളായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഞാൻ നിൽക്കുന്ന എൻ്റെ താഴ്ഭാഗത്ത് തന്നെ അതാ ഇവിടെ ഒരു മുതലുണ്ടായിരുന്നു. ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ തല പുറത്ത് ഉള്ളിലേക്ക് ഇട്ട് നോക്കിയപ്പോഴാണ്ടോ ഇതിനെ കണ്ടത്. പിന്നെ എനിക്കൊരു പേടി, എങ്ങാനും മൊബൈലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു നദിയിലേക്ക് ഒരാളെ മറക്കില്ല. ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെനാൽറ്റി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. മാത്രമല്ല ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ തന്നെ അവർ ഗ്രില്ലൊക്കെ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ്ടോ ഈ ഫ്ലഡ് വന്നാലും മുതലുകൾ റോഡിലേക്ക് കയറാതിരിക്കാൻ. അപ്പുറത്തെ പറമ്പ് വഴി വീട്ടിലേക്കൊക്കെ കയറും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കൊക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ കരയിലേക്കുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുണ്ട്. ബാക്കിൽ 2-3 എണ്ണം പയ്യെ പമ്മി ഈ കൊക്കിനെ ലക്ഷ്യമിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുതലകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മഗർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടെ. ഇത് ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ ഈ ഒരു ഭാഗങ്ങളിലാണ് കേട്ടോ ഇങ്ങനത്തെ മുതലകളെ കാണപ്പെടാം. വലിപ്പം കണ്ട എൻ്റെ മോനെ, കിളി പോയി എന്ന് പറയാ, കിളി പോയി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ കേട്ടോ. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ, ഇപ്പോഴല്ല ആദ്യം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഓരോ വർഷത്തിലും 5-6 പേരെ വെച്ചിട്ടാണ് കേട്ടോ മുതല ഇവിടെ ആക്രമിച്ചിരുന്നു എന്നുള്ള കണക്കുകൾ പറയുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെ സേവ് ചെയ്യാനായിട്ടും പിന്നെ ഈ മുതലകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയുണ്ടായിരുന്നു. ഈ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഇവിടെ അറ്റാക്ക് വരുന്നത്, മുതലകളുടെ ഈ ഒരു
അറ്റാക്ക് മനുഷ്യരിലേക്ക് എങ്ങനെ എത്തുന്നുള്ള സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ തീരദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് കുളിക്കാനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ആശ്രയിക്കുന്നത് ഈ ഒരു വിശ്വാമിത്രി നദീനെയാണ് കേട്ടോ ആ ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പോകുന്ന ആളുകളൊക്കെ ഈ മുതലുകൾ അറ്റാക്ക് ചെയ്യാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന എല്ലാ വീടുകൾക്കും അടിസ്ഥാന സൗകര്യമായ ടോയ്ലറ്റ്, അതുപോലെ തന്നെ അവർക്ക് വസ്ത്രങ്ങൾ കഴുകാനും പാത്രങ്ങൾ കഴുകാനുള്ള ആ ഒരു സൗകര്യം അത് ചെയ്തു കൊടുത്തു. ഇനി നിങ്ങൾ ഈ പുഴയിലേക്ക് ഇറങ്ങരുതെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുതലയുടെ അറ്റാക്ക്, അങ്ങനെയുള്ള ഒരു അറ്റാക്ക് ഒരു കൺട്രോൾ ചെയ്തിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്രില്ല് കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ഗ്രില്ലുള്ള കാരണം ഈ വെള്ളമൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ റോഡിലേക്ക് മുതല വരില്ല. പിന്നെ ഈ ഒരു മുതല ഈ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഭയങ്കര തലവേദന തന്നെയാണ് ഈ ഒരു വിശ്വാമിത്ര നദിയിലുള്ള ഈ ഒരു മുതലകൾ കൊണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. മുതലകൾ കരയ്ക്കിൽ അല്ലെങ്കിൽ നഗരത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. വിശ്വസിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ കാലത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയാം, നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ നദിയും പൊന്തും അതുപോലെ തന്നെ റോഡ് മൊത്തം വെള്ളമാവും. എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്കും പെട്ടെന്നാണ് ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടാവുന്നത്. അല്ലാതെ പെട്ടെന്ന് ഡാം തുറന്നതിൻ്റെ അല്ല, മഴവെള്ളത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ഫ്ലഡ് ഉണ്ടാവാനുള്ള ഭയങ്കര ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഗുജറാത്തിൽ ഈ ഒരു വഡോദര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലറിലായിക്കോട്ടെ നടന്നായിക്കോട്ടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനേ പറ്റില്ല. അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ളൊരു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു നദിയിൽ പെടുന്നൊരു നദിയും കൂടിയാണ് കേട്ടോ ഈ ഒരു വഡോദരയിലത്തെ നമ്മുടെ ഈ ഒരു വിശ്വാമിത്ര നദി. പിന്നെ എന്താല്ലേ പോകുന്നു നോക്കിയേ, ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ നീന്തി കളിക്കുകയാണ്. കുറച്ചും കൂടി ഞാൻ നേരെ ഇവിടെ നിന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ പയ്യെ ഇവിടെ ആളുകൾ കൂടാൻ തുടങ്ങി. അപ്പം ഞാൻ നൈസായിട്ട് ഇവിടെ നിന്ന് മുങ്ങി. എന്താ വെച്ചാൽ അധികം ആളുകൾ വന്നു കഴിഞ്ഞാൽ പോലീസ് ഇവിടെ നിന്ന് എല്ലാവരും മാറ്റും, ഇവിടെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇവിടെ നിന്ന് പോയിട്ടോ. പിന്നെ ഇതിങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മൾ മൃഗശാലയിലൊക്കെ പോയിട്ട് ഇങ്ങനെ അടുത്ത് കാണുന്നുണ്ടെങ്കിലും അതിപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ ഒരു 5 മുതലേ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഇത്രയും വലിപ്പമുള്ള മുതലകൾ ഇങ്ങനെ ഒരു നഗരത്തിനുള്ളിൽ ഇങ്ങനെ തുറന്ന് വിട്ടേക്കാം, അല്ലെങ്കിൽ അവരുടെ വിഹാര കേന്ദ്രം എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ ഒരു വിശ്വാമിത്രി നദീനെ കേട്ടാ. എൻ്റെ അമ്മോ, ഈ ഒരു കാഴ്ച നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗുജറാത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് ടൈപ്പ് ചെയ്താൽ മതി, കിട്ടും. വിശ്വാമിത്രി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു പാലവും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയും. ഇത്തിരി വെളുപ്പാൻ കാലത്താണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു തണവ് സമയത്ത് ചൂട് സമയത്ത് ഇവന്മാരധികം പുറത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു പറഞ്ഞേ. കാലത്ത് തന്നെ വരായിരുന്നെങ്കിൽ ഇത് കരയ്ക്ക് കയറി കിടന്ന് ഇങ്ങനെ വെയിൽ കായുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. എന്താ വെച്ചാൽ നദിയിലെ വെള്ളമൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വെയിൽ കായുന്നുണ്ടാവുന്ന പറഞ്ഞിട്ട്. ഇപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവന്മാർ വെള്ളത്തിൽ ഇറങ്ങി എടുക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട്, എന്താ പറയുക, ഇഷ്ടം പോലെ മുതലുകളാണ്. അറിയാതെ പോലും നമ്മൾ പറയില്ല, വഴി തെറ്റിപ്പോലും ഈ ഒരു വെള്ളത്തിലേക്ക് ആരും ഇറങ്ങരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു പുഴയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മീൻ പിടിക്കാനായാലും ഒന്നിനും ഒരാളും ഈ ഒരു നദീനെ ആശ്രയിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ഇഷ്ടം പോലെ മീനുകൾ കാണാൻ പറ്റും. മാത്രമല്ല ഈ ഒരു നദി നല്ല രീതിയിൽ മലിനമാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഫാക്ടറികളിൽ നിന്നുള്ളതും അപ്പുറത്തെ ഹോട്ടലുകളിൽ നിന്നുള്ള എല്ലാതരം വേസ്റ്റുകളും ഈ ഒരു നദിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു സബ് ജയിലുണ്ട്. ആ ഒരു ജയിലിനകത്ത് പോലും ഈ ഒരു മുതല അവരെ കോമ്പൗണ്ടിലേക്ക് കയറിപ്പോയി. അത് ഡ്രൈനേജിൻ്റെ ആ ഒരു ഹോള് വഴിയാണ് കയറിയതെന്നാണ് പിന്നീട് ഇവർ എൻക്വയറി നടത്തിയപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രമാത്രം ഇതിനകത്ത് മാലിന്യം ഈ ഒരു നദിയിലുണ്ട്. ഈ ഒരു നദി വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു നദീനെ കുറേ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു നദിയുടെ സൈഡ് 2 സൈഡും നല്ല രീതിയിൽ എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ് ഇവിടെ വരാൻ പോകുന്നുണ്ട്. നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണ് കറക്റ്റായിട്ട് ചെത്തി ലെവലാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് മുതലുകൾ പുറത്ത് വരാതിരിക്കാനാണോ ഇനി ഈ ഒരു പുഴയുടെ ആഴം കേട്ടോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നദിയുടെ സൈഡൊക്കെ നല്ല രീതിയിൽ വെട്ടി
പുറപ്പാക്കി. കണ്ട ഇവിടെ നല്ല രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനാണുള്ള പുറപ്പാടെന്ന് എന്തായാലും അടുത്ത തവണ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ആളുകളുടെ എണ്ണം കൂടിയുണ്ട് കേട്ടോ ഇവിടെ, കണ്ടോ.